ഞങ്ങളെല്ലാവരും ഇപ്പോൾ അമ്മ വീട്ടിലാണ് കേട്ടോ. അമ്മയും അമ്മയുടെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും ചേച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം നമുക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ ആയില്ല. പക്ഷെ പിള്ളേരോട് പറഞ്ഞപ്പോൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് വാശി പിടിച്ചു. അങ്ങനെ നൈറ്റ് ഡ്രൈവ് പോവുകയാണ്. ഞങ്ങൾ പിള്ളേർ മാത്രം, ചേച്ചിമാരും കുട്ടികളും മാത്രം, അമ്മമാരൊന്നുമില്ല. അങ്ങനെ ദേ ചേട്ടൻ വല്യമ്മയുടെ മരുമകനാണ്. ചേട്ടനും ബാക്കി എല്ലാവരും കൂടിയിട്ടാണ് പോണത്. വേറെ എവിടേക്കല്ല കേട്ടോ, ഗുരുവായൂർക്കാണ്. ദേ ഗുരുവായൂർ പുതിയ പാലൊക്കെ കടന്ന് ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും ബഹളമൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിച്ചു. പക്ഷേ ഒരു രസമല്ലേ ഇങ്ങനെ എല്ലാവരും കൂടി പോണത്. ഇതേ ഞങ്ങൾ അവിടെ എത്തി, ഗുരുവായൂരെത്തിയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ചേട്ടൻ ദേവസ്വത്തിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലാണ് കാർ പാർക്ക് ചെയ്തത്. പുറത്തിറങ്ങുമ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ കയറിയിട്ട് അവിടെ ഒരു ആനയും വിളക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ലാസ്റ്റ് ഇടാം കേട്ടോ. പിന്നെ ദേ അവിടെ കേശവൻ്റെ പ്രതിമയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അങ്ങോട്ട് പോയില്ല. ജസ്റ്റ് അവിടെ ഫ്രണ്ടിലൊക്കെ നിന്ന് എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് പുറത്ത് ഇറങ്ങുമ്പോഴേക്കും ദേ വിഷ്ണു എന്ന ആനയാണെന്നാണ് പറഞ്ഞ ചേട്ടൻ. കറക്റ്റായിട്ട് അറിയില്ല. ആള് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. കുറച്ച് ആൾ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗുരുവായൂർ അമ്പലനടക്കിലെത്തി. ഈ ടൈമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി ഈ ടൈമിലൊക്കെ വരുന്നത്. പിറ്റേ ദിവസം സൺഡേ ആയ കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ നടന്നു, കുറേ അവിടെയൊക്കെ നടന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ തോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ അവിടെയൊക്കെ ചുറ്റി വെച്ച് നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് കാറിൽ കയറിയത്. പക്ഷേ പോയില്ല, നേരെ ഞങ്ങൾ ചായ കുടിക്കാനാണ് കേട്ടോ പോയത്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു എല്ലാവരും. ചേച്ചിമാർക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവരും ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ മാധവം കഫേയിലേക്കാണ് വന്നത്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അറിയുന്ന ചേട്ടൻ്റെയും കൂടിയാണ് ഷോപ്പാണത്. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ഒരു നെയ് റോസ്റ്റാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ചായ പറഞ്ഞു, ഷെയ്ക്കും പറഞ്ഞു കേട്ടോ. കുറച്ച് പേർക്ക് ഷെയ്ക്കും പറഞ്ഞിട്ടുണ്ട്. ദോശ ഒരെണ്ണേ പറഞ്ഞുള്ളൂ, അത് പിള്ളേർ സെറ്റിനെ പറഞ്ഞതാണ്. പക്ഷേ കൊടുന്ന് വയ്ക്കുമ്പോഴേക്കും ദോശ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഷെയ്ക്കൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവർക്കും പിള്ളേരൊക്കെ ഒരുവിധം ഉറക്കത്തിൻ്റെ അവിടേക്ക് എത്തി. കാരണം നേരെ 1 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴാണ് അവിടെ അമ്മയും ആൻറ്റിയും കൂടി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. അവിടെ കാണാം, അത് ക്ലിയറല്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടി ഒത്തുകൂടിയ ഒരു ദിവസമാണ്. പിന്നെ എല്ലാവരും കൂടിയിട്ട് എൻജോയ് ചെയ്ത് ഒന്ന് പുറത്തൊക്കെ പോയി സന്തോഷിച്ചൊരു ദിവസം കൂടിയാണ് കേട്ടോ.